കാരമേൽ റെഡ് സ്റ്റാർ സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ. കാരമേലിന്റെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്തു പകരാൻ റെഡ് സ്റ്റാർ കാരമേൽ ഏകദേശം 1 കോടി രൂപ ചെലവിൽ ബഹുവിധ സൗകര്യങ്ങളുമായി ഒരുക്കിയ അത്യാധുനിക മിനി ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ മന്ത്രി MB രാജേഷ് നാടിന് സമർപ്പിച്ചു. കേരളത്തിൽ മറ്റെവിടെയും ഇത്തരം ജനകീയ സ്റ്റേഡിയം നിർമ്മിച്ചതായി അറിവില്ലെന്നും ഇത് കേരളത്തിന് തന്നെ അഭിമാനമായ കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. കാരമേൽ റെഡ് സ്റ്റാർ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച സഖാവ് M. കൃഷ്ണൻ സ്മാരക മിനി ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. ഈ ഉദ്ഘാടനം നിർവഹിച്ചത് നിങ്ങളുടെ പ്രിയപ്പെട്ട MLA ശ്രീ TI മധുസൂദനൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കാലത്തെ ഏറ്റവും മഹാനായ ഫുട്ബോളർ IM വിജയൻ്റെയും സാന്നിധ്യത്തിലാണ് എന്നത് എനിക്ക് പ്രത്യേകമായിട്ടുള്ള സന്തോഷം നൽകുന്നു. ഈ ഉദ്യമം വളരെ അഭിമാനകരവും മാതൃകാപരവുമാണ്. റെഡ് സ്റ്റാർ ക്ലബിൻ്റെ ഭാരവാഹികളെയും പ്രവർത്തകരെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു തരത്തിലുള്ള സർക്കാർ സഹായവും ഇല്ലാതെ സ്വന്തം പരിശ്രമം കൊണ്ടാണ് കാരമേൽ റെഡ് സ്റ്റാർ ക്ലബ്ബ് ഇതിനാവശ്യമായിട്ടുള്ള സ്ഥലം വാങ്ങാൻ ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തിയത്. സ്ഥലം തന്നെ വിലക്കെടുത്ത് വാങ്ങിയെന്നത് ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് കേട്ടത്. വില കൊടുത്ത് സ്ഥലം വാങ്ങി എന്നത് നമ്മുടെ നാട്ടിൽ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. സ്ഥലം വില കൊടുത്ത് വാങ്ങുക എന്നുള്ളത് എത്ര 1 കോടി രൂപ. അത് ഇതുവരെ ആരും പറഞ്ഞില്ല. 1 കോടി രൂപയാണ് സമാഹരിച്ചത്. അത്രയും പണം മുടക്കിയിട്ടാണ് ഈ സ്ഥലം വാങ്ങിയത് എന്നത് അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരുപക്ഷെ കേരളത്തിൽ നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണിതെന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ കാരമേൽക്കാരുടെ വൈകുന്നേരങ്ങൾ ഇനി ഈ ഗ്രൗണ്ടിനെ ചുറ്റിപ്പറ്റിയായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ചെറുപ്പക്കാരും കുട്ടികളും മുതിർന്നവരുമെല്ലാം വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തിച്ചേരുമെന്നും സന്തോഷത്തോടു കൂടി അവരുടെ വൈകുന്നേരങ്ങൾ ചെലവഴിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ദീർഘമായിട്ടുള്ളൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഒറ്റക്കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. ഈ വർഷത്തെ ബജറ്റിൽ സംസ്ഥാന ഗവൺമെന്റ് ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ ക്ലബ്ബുകൾക്ക് ഒരു പ്രവർത്തന ഗ്രാന്റ് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ആ കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കണം. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യുവജന ക്ലബ്ബുകൾക്ക് ഒരു സഹായം ഒരു ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ കാരമേൽ റെഡ് സ്റ്റാർ ക്ലബ്ബ് കൂടുതൽ മികച്ച കൂട്ടായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ. കൂടുതൽ വലിയ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഇത് പ്രചോദനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ. സംഘാടക സമിതി ചെയർമാൻ KV സുധാകരൻ സ്വാഗതവും TI മധുസൂദനൻ MLA അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ ഫുട്ബോൾ ഇതിഹാസം പത്മശ്രീ IM വിജയൻ, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ഹരീഷ് മോഹനൻ എന്നിവർ മുഖ്യാതിഥികളായി. പുതിയ കായിക പ്രതിഭകളെ നാടിന് സമ്മാനിക്കാൻ ഈ സ്റ്റേഡിയം തീർച്ചയായും പ്രചോദനം നൽകുമെന്ന് IM വിജയനും പറഞ്ഞു. ഗ്രൗണ്ട് നിർമ്മാണ കമ്മിറ്റി കൺവീനർ K. രമേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. കൗൺസിലർ ആശാ P, അഡ്വക്കേറ്റ് P. സന്തോഷ്, B. നാരായണൻ, C. കൃഷ്ണൻ, KK ഗംഗാധരൻ, K. പവിത്രൻ, BC നാരായണൻ, P. ജയൻ, KV ബാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ക്ലബ്ബ് സെക്രട്ടറി KP വിനോദ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ഫ്യൂഷൻ ഡാൻസ്, മ്യൂസിക്കൽ നൈറ്റ് തുടങ്ങിയവ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.
IC Moon Ice Cream, a Janata Charitable Society product.